ഇനി അപ്പോൾ നമ്മൾ ഇതിലേക്കുള്ള മിക്സിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞാനിവിടെ 250 ml മെഷറിംഗ് കപ്പിൽ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. ഇപ്പോൾ മെഷറിംഗ് കപ്പ് തന്നെ വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ. നമ്മൾ ചായ കുടിക്കാൻ എടുക്കുന്ന ഗ്ലാസ്സിൽ അളവെടുത്താലും മതി. 1 കപ്പും കൂടി. അപ്പോൾ നമ്മൾ 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു 1/2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ചേർക്കുന്നുണ്ട്. ജീരകം ഇടയ്ക്ക് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടം ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് ഞാൻ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. വെള്ളമാണ് ചേർക്കുന്നത്. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചിട്ടെടുക്കില്ലേ, അതേപോലെ കുഴച്ചിട്ടെടുക്കുക. ഞാനിവിടെ കുറച്ച് ഓയിലും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. നമ്മുടെ കൈമ പിടിക്കാതിരിക്കാനും നമ്മൾ സോഫ്റ്റായിട്ട് കുഴച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ ഓയിൽ ചേർത്തിട്ടുണ്ട്. അതിപ്പോൾ ഏത് ടൈപ്പ് ഓയിലായിരുന്നാലും കുഴപ്പമില്ല. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അപ്പോൾ നമുക്ക് ആ സമയം കൊണ്ട് ഇതിൻ്റെ ഉള്ളിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മിക്സിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 250 ml മെഷറിംഗ് കപ്പിൽ 3/4 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ദീപാവലിയുടെ സമയത്ത് ഞാൻ ഈ പയർ വെച്ചിട്ട് ഞാൻ ലഡുവിൻ്റെ ഒരു റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ പയർ ഏത് പയറാണെന്നുള്ളത്. ഇത് നമ്മൾ സുഖിയൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന പയറുണ്ടല്ലോ, ആ പയർ. ഇതിനെ പയർ എന്ന് പറയും. ഇതിൻ്റെ ഈ പുറത്ത് ഈ പച്ച കളറ് മാറ്റിയിട്ട് നമുക്ക് കടയിൽ നിന്ന് ഇതിൻ്റെ പരിപ്പായിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. അതിനെ നമ്മൾ പരിപ്പ് എന്ന് പറയും. അത് വെച്ചിട്ടാണ് നമ്മൾ പായസം ഉണ്ടാക്കലേ, ചെറുപരിപ്പ് പായസം. അത് ഇതിൻ്റെ ഈ തൊണ്ട് കളഞ്ഞിട്ട് വരുന്നതാണ് പരിപ്പ്. ഇത് ചെറുപയർ. ഇതിനെ മൂങ് ദാൽ എന്നാട്ടാ പറയുന്നത്. അപ്പോൾ ഇത് ഞാനിവിടെ 3/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ ഒന്ന് കഴുകിയിട്ട് ഒന്ന് വെള്ളം വാലാൻ വേണ്ടിയിട്ട് വയ്ക്കുക. ഇതിൽ പെട്ടെന്ന് വെള്ളം പോകും. അല്ലെങ്കിൽ കഴുകി വാരിയിട്ട് ഒരു പാനിലിട്ടിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളം കളഞ്ഞിട്ട് ഡ്രൈ ആക്കിയിട്ട് എടുക്കുക. ഇനി ഇത് നമുക്കൊന്ന് പൊടിച്ചിട്ടെടുക്കാം. ഞാൻ നോക്കിക്കേ, ഇപ്പോൾ നമ്മൾ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കറിക്കാൻ മതി, പെട്ടെന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതേപോലെ ഇത് പൊടിച്ചിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ് വാഷായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നല്ലതാട്ടോ. അത് പൊടിച്ചിട്ട് ഒരു ഡബയിലാക്കി വെച്ചാൽ മതി. എന്നിട്ട് മുഖം കഴുകുമ്പോൾ സോപ്പൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം ഇതെടുത്തിട്ട് മുഖം കഴുകാം. അപ്പോൾ ഈ നമ്മൾ ആ പൊടിച്ച് വെച്ചേക്കണ നമ്മുടെ പയറിൻ്റെ പൊടി ഉണ്ടല്ലോ, ആ പൊടി നമ്മൾ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് വറുത്തിട്ട് എടുക്കുന്നത്. നെയ്യിൽ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെയ്യിൽ വറുത്തിട്ടെടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ഓയിൽ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയും വറുത്തിട്ടെടുക്കുക. പൊടിച്ചെടുത്തേക്കുന്നത് ഫസ്റ്റ് നമ്മൾ നന്നായിട്ട് വറുക്കണം. അപ്പോഴായിരിക്കുമല്ലോ നമ്മുടെ ആ പയറിൻ്റെ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടല്ലോ, ആ ടേസ്റ്റ് പോവുക. അപ്പോൾ നമ്മുടെ പൊടിച്ചെടുത്തേക്കണ പൊടി ചേർക്കുക. തീ നന്നായിട്ട് കുറച്ച് വെച്ചോ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് പോകും. കാരണം ഇത് പൊടിയാണല്ലോ. ഇനി ചെറിയ തീയിലിട്ടിട്ട് ഇത് നന്നായിട്ട് ചൂടാക്കി നന്നായിട്ട് വറുത്തിട്ടെടുക്കുക. തീ കൂട്ടി വയ്ക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. ഇച്ചിരി വെളിച്ചെണ്ണ കുറവുണ്ട്, ഇച്ചിരി കൊണ്ട് വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് ശരിക്കാണ്ട് മുരിയുള്ളൂ. വെളിച്ചെണ്ണ കേട്ടോ, ഇവിടെ തണുപ്പായതുകൊണ്ടാട്ടോ ഇതിങ്ങനെ ഐസ് കട്ട പോലെ ഇരിക്കുന്നത്. ഇപ്പോൾ ഇത് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ആ മുരിഞ്ഞതിൻ്റെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാരയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ശർക്കര വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശർക്കര ചേർക്കാം കേട്ടോ. ശർക്കര കുറച്ചിങ്ങനെ നമ്മളിങ്ങനെ ചീമ്പിയിടില്ലേ, അങ്ങനെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇടാം. അല്ലെങ്കിൽ കുറച്ച് വെള്ളത്തിൽ ഒന്ന് ശർക്കര ഒന്ന് മെൽറ്റാക്കിയിട്ട് അങ്ങനെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കാം. അപ്പോൾ ഞാനിതിലേക്ക് 1/4 കപ്പ് 250 ml മെഷറിംഗ് കപ്പിൽ 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. പഞ്ചസാര ചേർക്കണേനാണ് കറക്റ്റ് അളവില്ല. നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല മധുരം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് പഞ്ചസാര കൂടുതൽ ചേർക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് മധുരം ഇത്രയ്ക്ക് വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചസാര വളരെ കുറച്ച് ചേർത്താൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ മിക്സിങ് ഇപ്പോൾ മധുരം ഇല്ലാണ്ട് എരിവിൽ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫസ്റ്റ് നിങ്ങൾ വറുത്തിട്ട് ഇത് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഈ പാനിലേക്ക് തന്നെ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചിട്ട് ഒരു ഇച്ചിരി സബോള പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് അതും പച്ചമുളകും കൂടിയിട്ട് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് ഇതും കൂടിയിട്ട് ചേർക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് തേങ്ങ ചേർക്കുന്നുണ്ട്. തേങ്ങയും കൂടിയും ചേർത്തിട്ട് അങ്ങനെ എരിവുള്ള മിക്സിങ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ എരിവുള്ള മിക്സിങ്ങായിട്ട് നിങ്ങൾക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. അതിൻ്റെ മസാല ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മാറ്റം വരുത്താം. പക്ഷേ ഒരുപാട് സബോളയൊന്നും ചേർക്കണ്ട കേട്ടോ. പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയൊന്നും ചേർക്കണ്ട, സബോള മാത്രം ചേർത്താൽ മതി. സബോളയും പച്ചമുളകും അതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇതാ ഇപ്പോൾ നമ്മുടെ പഞ്ചസാരയുടെ കൂടെ കിടന്നിട്ട് ഈ പൊടി നമ്മളൊന്നും കൂടി നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്.
അപ്പോൾ നിങ്ങളുടെ വലിയ തരിയുള്ള പഞ്ചസാര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പൊടിച്ചിട്ട് ചേർത്തോട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ പെട്ടെന്ന് അങ്ങോട്ട് മിക്സ് ആവും. ഞങ്ങൾക്ക് ഇവിടെ കടയിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടുന്നത് ഇതേപോലെ ചെറിയ തരിയുള്ള പഞ്ചസാരയാണ്. അപ്പോൾ അത് പെട്ടെന്ന് ഇതിൻ്റെ കൂടെ അങ്ങോട്ട് മിക്സ് ആയതുകൊണ്ട് ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർക്കാം. തേങ്ങ ഇതാ ഞാൻ ഇത്രയ്ക്കാണ് തേങ്ങയാണ് ചേർക്കുന്നത്. ഇതേപോലെ കയ്യിൽ ഒരു വലിയൊരു പിടി തേങ്ങയും പിന്നെ കുറച്ചും കൂടി ബാക്കിയുണ്ട്. കാരണം ഇതിന് നമ്മളിപ്പോൾ കറക്റ്റ് ഇത്രയ്ക്ക് തന്നെ എല്ലാവരും എടുക്കണമെന്നില്ല. അതുകൊണ്ട് കേട്ടോ എല്ലാത്തിൻ്റെ അളവ് കറക്റ്റ് പറയാത്തത്. തേങ്ങയൊക്കെ ഇപ്പോൾ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ ചേർക്കാം. ഈ തേങ്ങ കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആ തേങ്ങ ഇതിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് ചേർന്ന് വരട്ടെ. ആ തേങ്ങയുടെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞിട്ട് വരട്ടെ. തീ കൂട്ടി വയ്ക്കരുത്. തേങ്ങ ഇതിൻ്റെ കൂടെ നന്നായിട്ട് ചേർന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മിക്സിങ് ഭയങ്കര ഇതായിട്ടല്ലേ പൊടിയായിട്ടല്ലേ ഇരിക്കണം. ഇനി ഇത് നമുക്ക് ലൂസാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് പാല് ചേർക്കാം. അപ്പോൾ നിങ്ങൾക്ക് പാലിന് അലർജി ഉള്ളവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്താലും കുഴപ്പമില്ല. അപ്പോൾ അതിലേക്ക് പാല് ചേർക്കാം. ഞാനിവിടെ 250 ml മെഷീൻ കപ്പിൽ 1 കപ്പ് പാലിന് എടുത്തേക്കുന്നത്. ഇനി ഇത് നല്ല ഡ്രൈ ആക്കിയിട്ട് എടുക്കാം നമുക്ക്. തീ ഒട്ടും കൂട്ടി വയ്ക്കണ്ട. പാല് ചേർത്ത് കഴിഞ്ഞ് പിന്നെ ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. ഇനി ഇത് നല്ല ഡ്രൈ ആയിട്ടുള്ള മിക്സിംഗ് ആയിട്ട് വരട്ടെ. നമ്മുടെ മിക്സിങ് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ പാനുമേന്ന് ഇങ്ങനെ വിട്ട് വരണം. ഇത് ഇതേപോലെ ഇങ്ങനെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി ഇതോടെ ഇരുന്നിട്ട് ചൂടാറട്ടെ. ഇനി നമ്മുടെ അവിടെ കുഴച്ച് വെച്ചിട്ടില്ലേ അത് നമുക്കൊന്ന് പരത്തിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ കുഴച്ച് വെച്ചേക്കണേ നമ്മുടെ ഈ മിക്സിങ് എടുക്കുക. ഇനി എന്ത് ചെയ്യണം, ഇതിൽ നിന്ന് നമുക്ക് ഓരോ ചെറിയ ബോളാക്കിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു 8 ചപ്പാത്തി ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എന്തോരം കനം കുറച്ചിട്ട് പരത്താമോ അത്രയ്ക്ക് കനം കുറച്ചിട്ട് പരത്താം. നോക്കിക്കേ. അപ്പോൾ ഈ നമുക്ക് ബാക്കിയുള്ളതെല്ലാനും ഇതേപോലെ തന്നെ നല്ല കനം കുറച്ചിട്ട് പരത്തിയിട്ടെടുക്കാം. ചപ്പാത്തി എല്ലാവരും നമ്മൾ ഇതേപോലെ നല്ല കനം കുറച്ചിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് 4 ചപ്പാത്തി എടുത്തിട്ടാട്ടോ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു ഷീറ്റ് എടുക്കാം. ഈ ഷീറ്റിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഫില്ലിങ് ഉണ്ടല്ലോ, ഇതാ ഫില്ലിങ് ചൂടാറി കഴിഞ്ഞാൽ ഇപ്പോൾ ഇതാ ഇതേപോലെ ഇങ്ങനെ ആയിട്ടുണ്ട്. ഒട്ടിങ്ങനെ വെള്ളം പോലെ ഇരിക്കരുത് കേട്ടോ. അത് നന്നായിട്ട് ചൂടാറി കഴിയുമ്പോൾ ഇതേപോലെ നന്നായിട്ട് ഇങ്ങനെ ഡ്രൈ ആയിട്ട് വരും. അപ്പോൾ ഇതിനിപ്പോൾ അധികം മധുരമില്ല കേട്ടോ. നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് പഞ്ചസാര കൂടുതൽ ചേർക്കണം. ഞാൻ ഇതിലേക്ക് 1/4 കപ്പ് മാത്രമല്ലേ ചേർത്തുള്ളൂ. നല്ല മധുരം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് കൂടുതൽ ചേർക്കാം. ഇനി ഇതിലേക്ക് ഈ ഫില്ലിങ് വയ്ക്കാം. ഇതിങ്ങനെ എല്ലായിടത്തും ഇതാ ഇതേപോലെ ഇങ്ങനെ വയ്ക്കാം. ഇത് ഏറ്റവും എൻഡിലേക്ക് വെക്കണ്ട. കാരണം ഇത് നമ്മൾ 4 ചപ്പാത്തിയും വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചപ്പാത്തി കോല് വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് പരത്തും. അപ്പോൾ അത്രയ്ക്കാണ്ട് എൻഡിലേക്ക് കൊണ്ടുപോകണ്ട. പരത്തുമ്പോൾ അത് എല്ലായിടത്തേക്കും ആയിക്കോളും. നമുക്ക് അടുത്ത ഷീറ്റ് വയ്ക്കാം. ഇതാ കൈ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്യാം. പിന്നെ നമ്മളിപ്പോൾ ഒരു ഷീറ്റ് ഇപ്പോൾ നമ്മൾ ഈ ഷീറ്റ് വെച്ചില്ലേ, ഈ ഷീറ്റ് വെക്കാൻ പോണതിന് മുമ്പ് നമുക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫില്ലിങ്ങിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് ഞാനിപ്പോൾ ഒരുപാട് നെയ്യൊന്നും ഇല്ലാണ്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മളിത് ചപ്പാത്തി പോലെ വെച്ചിട്ട് പരത്തുമ്പോൾ ഒന്നും കൂടി എല്ലാവരും ഒന്ന് കറക്റ്റാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ വെച്ച് കഴിഞ്ഞിട്ട് ഒന്ന് പരത്തി കൈ കൊണ്ട് ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മുടെ 4 ലെയർ വെച്ച് കഴിഞ്ഞിട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ചപ്പാത്തി പോലെ വെച്ചിട്ട് പതുക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പരത്താം. അപ്പോൾ ഇതൊന്നും കൂടി ഒന്ന് തിന്നായിട്ട് വരികയും ചെയ്യും. ഇതിൻ്റെ ഉള്ളിൽ ആ ഫില്ലിങ്ങൊക്കെ ഒന്നും കൂടി നല്ല കറക്റ്റ് ലെവലായിട്ട് വരികയും ചെയ്യും. ഞാൻ നോക്കിക്കേ. അപ്പോൾ ഇത് നമ്മൾ നല്ല കനം കുറച്ചിട്ട് ഒന്നും കൂടി ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഫോൾഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ സൈഡൊന്നും അത്രയ്ക്ക് കറക്റ്റ് ഷേപ്പിലൊന്നല്ല ഇരിക്കുന്നത്. ക്യാമറ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അത് കുഴപ്പമില്ല കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു സൈഡിൽ നിന്ന് ഇതാ ഇതേപോലെ ഇത്രയ്ക്ക് ഫോൾഡ് ചെയ്താൽ മതി. കുറച്ച് ഫോൾഡ് ചെയ്യാം. പിന്നീട് നമ്മൾ ഈ ചപ്പാത്തി നമ്മൾ പരത്തിയിട്ട് എടുത്തപ്പോൾ ഞാൻ പൊടി വെതറിയിട്ടോ പരത്തിയിട്ട് എടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അടിയിൽ പിടിക്കണില്ല കേട്ടോ. അത് നിങ്ങൾ അടിയിൽ പിടിക്കണുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഏറ്റവും അടിയിലെ ലെയർ ഫുൾ അടിയിൽ പിടിച്ചിരുന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചെയ്തൊക്കെ വേസ്റ്റ് ആവും കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും അടിയിലെ ഷീറ്റ് വയ്ക്കുമ്പോൾ കുറച്ച് പൊടി ഒന്ന് വെതറിയിട്ട് വെച്ചാലും മതി. ഇത് ഞാനിപ്പോൾ പൊടി വെതറി ഉണ്ടായിരുന്നില്ല, കാരണം ഓൾറെഡി ഷീറ്റുമ്പോൾ കുറച്ച് പൊടി ഉണ്ടായിരുന്നു. 2 സൈഡ് ഇങ്ങനെ ഫോൾഡ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ നമ്മൾ റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്.
ഇങ്ങനെ വയ്ക്കുക. ഇതേപോലെ നമ്മൾ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ എൻഡിൽ ഇതാ ഇവിടെ ഒന്ന് ക്ലോസ് ചെയ്യുക. ഇതിപ്പോൾ ഏതാണ്ട് ഒരു പീരങ്കിയുടെ പോലെ ഇരിക്കുന്നുണ്ട്. ഇതാ ഇനി നമ്മളിത് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ആവിയിൽ വേവിച്ചിട്ട് എടുക്കും ഫസ്റ്റ്. അപ്പോൾ ഇത് നമുക്ക് കണ്ട് നീക്കി വയ്ക്കാം. കുറച്ച് പൊടി വെതറിയിട്ട് നീക്കി വയ്ക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിക്കും. അവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്കിനി അടുത്തതും കൂടിയിട്ട് ഇതേപോലെ റെഡിയാക്കിയിട്ട് എടുക്കാം. എന്നിട്ട് നമുക്ക് രണ്ടും കൂടിയിട്ട് ആവിയിൽ വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇനി ഇത് നമുക്ക് ആവിയിൽ വേവിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. നമ്മൾ ഒരു 15 മിനിറ്റ് ആവിയിൽ വേവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് എൻ്റെ ഉള്ളൊക്കെ ആയിരുന്നാലും നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് പതുക്കെ ഒന്ന് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് നമുക്ക് ഇതിൽ നിന്നും പുറത്തേക്ക് എടുക്കാം. ഇപ്പോൾ നമ്മൾ സ്റ്റീമറിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യണം, ഓരോ പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഈ എൻഡിലെ പീസ് നമുക്ക് കുറച്ച് കട്ട് ചെയ്ത് മാറ്റാം. ഇത് കളയണ്ട. ഫില്ലിങ് അധികം വെച്ചിട്ടില്ല കേട്ടോ. ഇതിനകത്താണ് നന്നായിട്ട് ഫില്ലിങ് വെച്ചത്. അപ്പോൾ ഇത്രയ്ക്ക് നിങ്ങൾ എടുക്കണുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 3/4 കപ്പ് പയറെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഒരു കപ്പ് എടുത്തോട്ടോ. ഒരു കപ്പ് എടുക്കുമ്പോൾ നമുക്ക് ഈ ആദ്യത്തെ ഫില്ല് ചെയ്ത പോലെ തന്നെ രണ്ടാമത്തെ ഫില്ല് ചെയ്യാനുണ്ടോ. അപ്പോൾ എനിക്ക് രണ്ടാമത്തെ ഫില്ല് ചെയ്തപ്പോൾ എനിക്ക് ആദ്യത്തെ അത്രയ്ക്കാണ്ട് ഫില്ല് ചെയ്യാനുള്ളതുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി ഇത് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വലിയൊരു പാൻ എടുത്തിട്ട് ഇതെൻ്റെ ദോശ ഉണ്ടാക്കുന്ന പാനായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ദിവസം ഞാൻ ദോശ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നന്നായിട്ട് അടിയിൽ പിടിച്ചു. അപ്പോൾ അത് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ മാറ്റിയെടുത്ത് കഴിഞ്ഞപ്പോൾ പോറിൽ വീണു. പക്ഷെ നല്ല പാനായിരുന്നു, ചെറുതായിട്ട് പോറിൽ വീണു അവിടെ. ഇനിയിപ്പോൾ നമുക്ക് നാട്ടിൽ പോയാലേ ഇതേപോലത്തെ നല്ലത് കിട്ടുള്ളൂ. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയി നമുക്ക് വാങ്ങിച്ചുകൊണ്ടല്ലോ. അപ്പോൾ ഇനി ഞാനിതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. നെയ്യിൽ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെയ്യിൽ മൊരിയിച്ചിട്ടെടുക്കുക, എന്തോ ഓയിൽ വേണമെങ്കിലും മൊരിയിച്ചിട്ടെടുക്കുക. ഞാൻ കുറച്ച് വലിയ പാൻ എടുത്തത്. അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് പെട്ടെന്ന് എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് മൊരിയിച്ചിട്ടെടുക്കുക. പെട്ടെന്ന് മൊരിയിക്കണ്ട, മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മൊരിയിച്ചാൽ മതി. അപ്പോഴായിരിക്കും നന്നായിട്ട് മൊരിയുക. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് കടുക് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. ഇതിന് ഉള്ളിൽ ഫില്ലിങ്ങിന് മധുരമാണെങ്കിലും ഞാൻ കുറച്ച് ക്രഷ് ചെയ്തേക്കണം ഉണക്കമുളകും ചേർത്തിട്ട് പുറത്ത് ഫില്ലിങ് കുറച്ച് സ്പൈസി ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഉണക്കമുളക് ഇപ്പോഴല്ല കേട്ടോ ചേർക്കുന്നത്. ഇപ്പോൾ ചേർത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ക്രഷ് ചെയ്ത ഉണക്കമുളകാണ് ചേർക്കുന്നത്. അപ്പോൾ കരിഞ്ഞു പോകുമല്ലോ. ഇത് മീഡിയം ഫ്ലെയിമിൽ ഇരുന്നിട്ട് ഒരു സൈഡ് നന്നായിട്ട് മൊരിയട്ടെ. തീ ഒരുപാട് കൂട്ടി വയ്ക്കണ്ട, കാരണം ഇത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നു കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സമയം കൂടുതൽ എടുത്തിട്ട് മൊരിച്ചിട്ട് എടുക്കുക. ഞാനിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടിയിട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ക്രഷ് ചെയ്തേക്കണ ഉണക്കമുളകും ചേർക്കുന്നുണ്ട്. ഞാൻ നോക്കിക്കേ, ഇതിപ്പോൾ രണ്ട് സൈഡ് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ നന്നായിട്ട് മൊരിച്ചിട്ട് എടുക്കുക. ഇനിയും നിങ്ങൾക്ക് ഒന്നും കൂടി നന്നായിട്ട് മൊരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് മൊരിച്ചിട്ട് എടുക്കുക. ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടോട് കൂടിയിട്ട് കഴിക്കണമെന്ന് തന്നെ നിർബന്ധമില്ല. ചൂടാറി കഴിഞ്ഞാലും ശരിക്കും നല്ല ടേസ്റ്റാണ്. ഇനി അതിങ്ങനെ ഓരോ ലെയറായിട്ട് ഇങ്ങനെ തിരിഞ്ഞ് വന്നേക്കണുണ്ട്. അതിൻ്റെ എല്ലാത്തിൻ്റെ ഉള്ളിൽ ഫില്ലിങ്ങും ഉണ്ടല്ലോ. പിന്നെ ഗോതമ്പൊടി നമുക്കറിയാലോ, മൊരിഞ്ഞ് വരുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ്. അത് ഞാൻ ചിലത് നോക്കിയാൽ നല്ല കനം കുറച്ചിട്ടാണ് കട്ട് ചെയ്തത്. ഇത് കുറച്ച് കനത്തിലാണ് കട്ട് ചെയ്തത്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്യാം കേട്ടോ. പക്ഷേ ഭയങ്കര കനത്തിൽ കട്ട് ചെയ്യണ്ട. അപ്പോൾ നമുക്ക് ഉള്ളിലേക്കും ശരിക്കും അങ്ങോട്ട് മൊരിഞ്ഞ് കിട്ടില്ല. അത് നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടമാവും. ഇഷ്ടപ്പെടാണ്ട് ഇരിക്കില്ല. ഓരോ ലെയറും തിരിഞ്ഞ് വന്നേനുണ്ട്. ഞാനൊന്ന് കഴിച്ച് നോട്ടെ കേട്ടോ. ഇത് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇത് കുറച്ച് നല്ല കനം കുറഞ്ഞ പീസായിരുന്നു. അങ്ങനെ കനം കുറച്ചിട്ട് വേണമെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ എടുക്കാം കേട്ടോ. കഴിച്ച് നോട്ടെ. ഗോതമ്പൊടി മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയാലോ. അതിൻ്റെ ഫില്ലിങ്ങും കൂടിയിട്ടാണ് കഴിക്കുമ്പം ശരിക്കും നല്ല ടേസ്റ്റുള്ള പലഹാരമാണത്.